ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി ഫ്രഷായി നിൽക്കുകയാണ്. അയ്യോ, നമ്മുടെ റേഞ്ച് റോഡ് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തായിരുന്നുണ്ട്? ഈ ഒരു ബൈക്ക് ഉണ്ടല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യായിരുന്നു. നമുക്ക് ഈ ബൈക്കൊന്ന് വിൽക്കാൻ നോക്കി കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോർച്യൂണർ വിൽക്കാം. ആ ക്യാഷിന് നമുക്കൊരു എന്തെങ്കിലുമൊക്കെ മേടിക്കാം. പിന്നെ നമുക്ക് റേഞ്ച് റോവറും വിൽക്കണം. ആദ്യം നമുക്ക് ഈ ബൈക്കും വിൽക്കാം. നമുക്കുണ്ടായിരുന്നുണ്ട്, പോലീസുകാർക്ക് കൊടുക്കാം. പോലീസുകാർക്ക് ഈ ഒരു സാധാ ബൈക്ക് അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബൈക്ക് വിൽക്കാൻ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന്. കാരണം കള്ളന്മാരൊക്കെ പിടിക്കാൻ എന്തെങ്കിലും ഈ ബെന്റ്ലി അവർക്ക് തന്നെ കൊടുത്തേക്കാം. ബെന്റ്ലിയുടെ ബൈക്കാണ് കേട്ടോ. കണ്ടൊരു വിഷയം ബൈക്കായിരുന്നു. അപ്പം അവർക്കെന്തായാലും ഞാൻ കൊടുക്കാൻ പോകും. നീ ഞങ്ങൾക്ക് ബൈക്കും കൊണ്ട് വന്നോണോ? അതെ, എന്നാ എടുത്തോ, ഇങ്ങോട്ടോ, ഒരു സാധനം തരാം. ഓക്കെ, എനിക്ക് വേണം. പൈസ $5000. $5000? ഓക്കെ സാറേ, ആ ബൈക്ക് എടുത്തോ. പക്ഷെ എൻ്റെ പൊന്നെ, ഈ ഒരു ബെന്റിലി കൊടുത്തപ്പോൾ നമുക്ക് $5000. അതെ, നമുക്കിനി പോയിട്ട് ഫോർച്യൂണർ വിൽക്കാം. എന്നിട്ട് നമുക്ക് റേഞ്ച് റോവർ വിൽക്കാം. നമുക്കൊരു കാര്യം ചെയ്യണം. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, വർക്കൗട്ടാണെന്നറിയില്ല. ഈ റോട്ടിൽ കൂടെ പോകുന്ന പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ആ ചേട്ടൻ എൻ്റെ വീടിന് മുമ്പ് തണ്ടുന്ന ഒരാളാണ്. ഒരു സർപ്രൈസ് അങ്ങനത്തെ ചേട്ടന് ഞാനൊരു സർപ്രൈസ് തരാം. എന്തോ മോനെ, വല്ല പൈസയാണോ ഈ പാവപ്പെട്ടവർ തരണേ? ചേട്ടൻ നിൽക്കേട്ടാ, ഇപ്പം തരാം. നമുക്ക് ആ ഫോർച്യൂണർ അയാൾക്ക് കൊടുക്കാം. നമുക്ക് റേഞ്ച് റോവർ പിന്നെ നമുക്ക് എടാ, റേഞ്ച് റോവർ എന്തി വീര മിനിറ്റ് എന്നിട്ട് ക്യാഷാ എടുക്കട്ടെ. എത്ര ഉണ്ടോ ഇത്? ഒരു 50 കോടി. എൻ്റെ പൊന്നിടോ, ഏതോ ഒരു അടിച്ചോണ്ട് പോയതാ. നമുക്ക് എന്തായാലും ഈ ഫോർച്യൂണർ അയാൾക്ക് കൊടുക്കാം. അല്ല, ഞാൻ അയാൾക്ക് കൊടുത്തിട്ട് എന്താ? അയാളെനിക്ക് പൈസയൊന്നും തരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. കോറ് എനിക്ക് തരാനാണോ? വേണ്ട കേട്ടോ, എൻ്റെ പൈസ ഒന്നുമില്ല. തോന്നി. നമുക്കെന്തായാലും വണ്ടി എടുത്ത് നേരെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഈ വണ്ടി അങ്ങ് വിൽക്കാം. വണ്ടി വിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ വണ്ടി ഇതായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം ഞാനൊരു SUV മേടിച്ചത് ഈ ഫോർച്യൂണറായിരുന്നു. കുഴപ്പമില്ല, ഫോർച്യൂണർ കൊടുത്ത് നമുക്കൊരു നമുക്കൊരു ലെജൻഡർ മേടിക്കാം. ഓക്കെ, ഇതിൻ്റെ മാനേജർ എന്ത് ചെയ്യും? ശരി, അപ്പുറത്ത് പോയിക്കണം. ഷോറൂം ഇവിടെ, മാനേജർ അവിടെ. ഹേ മാനേജർ, എനിക്കൊരു ലെജൻഡർ വേണമായിരുന്നു. ലെജൻഡറോ? അവിടെ പോയി എടുത്തോ. ഫോർച്യൂണർ അത് നിങ്ങളെടുത്തോ, എനിക്കൊരു ലെജൻഡർ മതി. പോയി എടുത്തോ, ഫ്രീ ആണേ. ഫോർച്യൂണർ തരുമ്പോൾ ലെജൻഡർ ഫ്രീ. ഓക്കെ, എന്തെങ്കിലും നോക്കി വെക്കാം. വന്നേ. ഞാൻ എന്താ വരുന്നു. എന്താ വിളിച്ചേ മാഡം? അതെ, നിങ്ങൾ ഈ ഒരു നമ്പറിലേക്കൊന്ന് വിളിക്കണേ. നമ്പർ ഓക്കെ ഒന്ന് കോൾ ചെയ്യാം. ഇപ്പം കോൾ ചെയ്യാം കേട്ടോ. കോൾ ചെയ്ത്. ഹലോ, ഞാനാ. നിങ്ങളുടെ ലെജൻഡർ വെളിയിലുണ്ട്. കണ്ട് അതേ കിടക്കുന്നു. എന്നാൽ ശരി, ഫോർച്യൂണർ എടുത്തോ. ഓക്കെ, നമ്മളങ്ങനെ ലെജൻഡർ വാങ്ങി. ഇതൊന്നും ഇൻ്റീരിയർ സീനല്ലോ. എൻ്റെ ഫോർച്യൂണറിൻ്റെയും ഈ ലെജൻഡറിൻ്റെയും ഇൻ്റീരിയർ സീന.
അത് വിട്ടിട്ടും സാറേ ഇങ്ങ് വന്നേ. എന്താ? ഇന്ന് 1 കോടി ഉണ്ട്, വെച്ചോ. താങ്ക് യു. കടത്തി വിടാം, അല്ലെങ്കിൽ പിന്നെ അതും കൂടെ പിടിച്ചെടുത്താലോ. ഓക്കെ, അങ്ങനെ പൈസ സെറ്റായി, ഒരു വണ്ടിയും സെറ്റായി. ഇനി നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കുക. എന്നാലും എനിക്ക് കൂടുതൽ വിഷമെന്ന് വെച്ചാൽ എൻ്റെ ഫോർച്യൂണർ വേണം. ശരിക്കും പറഞ്ഞാൽ ഫോർച്യൂണർ എടുത്താൽ മതി, പക്ഷെ പറ്റൂല. നമുക്ക് ലെജൻഡറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, രണ്ടും സെയിം ആണ്. ഇനി ഇതാണ് എൻ്റെ പേഴ്സണൽ കാറ്. എന്തായാലും നമ്മുടെ ഫോർച്യൂണർ കിടക്കുന്ന പോലെ തന്നെ കിടക്കട്ടെ. നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഞാൻ ആ വില്ലേജിൽ താമസിക്കുന്ന നേരം മേടിച്ചതാണ് ഫോർച്യൂണർ. ഇപ്പോൾ ഒരു 2024, ഞാൻ 2022 മേടിച്ചത്. ഒരു വർഷം ഫുള്ളും ഞാൻ അതിൻ്റെ കൂടെ ചിലവഴിച്ചത്. മിഷൻസിന് കൊണ്ടുപോയി അതിൻ്റെയൊക്കെ പോയി സെറ്റാക്കിയ മോഡിഫൈഡ്. ആ ടയറുണ്ടല്ലോ, ടയർ ഞാൻ മോഡിഫൈഡ് ചെയ്ത, പിന്നെ ഇന്ത്യയൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി. നമുക്കിനി ഇത് നമ്മുടെ പേഴ്സണൽ കാറ്. ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്കിന്ന് രാത്രി ഒരു സിനിമയ്ക്ക് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും രാത്രി ആവുന്ന വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട് ഇനി നമ്മുടെ പുതിയ വണ്ടി എടുത്ത് സിനിമയ്ക്ക് പോവാം. അപ്പോൾ എത്ര മണി? അയ്യോ, 8 മണിയായി, സോറി 7:30 ഒരു 9 മണിയാകുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും. കുഴപ്പമില്ല. അന്നേരം നമുക്ക് എന്തായാലും ഫുഡൊന്ന് കഴിച്ചിട്ട് വരാം. ഫുഡിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ നേരത്തെ തന്നെ രാത്രി ആവുന്നതിന് മുമ്പ് ഒരു 3:30 ആയപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് ഫുഡ് എടുത്ത് വെച്ചായിരുന്നു. ഞാൻ ചുമ്മാ വളി അടിച്ചതാണ്, വണ്ടിക്കകത്ത് ഫുഡൊന്നുമില്ല. ഞാനും പോയി പുറത്തുനിന്ന് കഴിക്കാം. നമുക്കൊന്ന് KFC കഴിക്കാം. ഓ, ലൈറ്റ് ഓണാക്കട്ടെ, അല്ല ഈ പാതിരാത്രിക്ക് ലൈറ്റ് ഓണ. കഴിച്ചിട്ട് വരാം. ഇത് നേരത്തെ ഒരു കോളേജായിരുന്നു, പിന്നെ അത് വിറ്റി ഹോട്ടലാക്കി. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിച്ച്. KFC നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോസ് ഉണ്ട്, മയോണൈസ് ഞാൻ കൂട്ടിയില്ല, പകരം ഞാൻ സോസാണ് കൂട്ടി. സോസിന് നല്ല മധുരം ഉണ്ടല്ലോ. അയ്യോ, 8:30 ആയല്ലോ, ഇപ്പം അടച്ചു വിടാം. തിയേറ്റർ ഇവിടെ അടുത്തൊന്നും അല്ല. അവിടെ ഒരു വീട് കണ്ടോ? ആ വീടിൻ്റെ ബാക്കിലും കൂടി ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ആ കാണുന്ന ബിൽഡിങ് ഞാൻ ലൈറ്റ് ഇട്ടുണ്ട്. ഇത് തിയേറ്ററാണ്. അതിൻ്റെ മുകളിൽ തന്നെ തിയേറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം അങ്ങോട്ട് പോകാം. ഈ വണ്ടിക്കട്ടും കൺട്രോൾ ചെയ്യല്ലോ. അയ്യോ, സിനിമ തുടങ്ങിയോ? കയറാം. ഓക്കെ, നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞാൻ കാണാൻ പോയത് മറ്റേ ആവേശം എന്ന് പറഞ്ഞ് ആ സിനിമയല്ലേ ഇറങ്ങിയത്, അതാ കാണാൻ പോയത്. നമുക്കെന്നാലും പോവാം. 12 മണിയായി. 12 ആയില്ല, 11:40 ഒരു മിനിറ്റ്. ആരി പാതിരാത്രിക്ക് വിളിക്കുന്നത്? മൈക്കിളോ? ഹലോ, എന്താ മക്കളെ? ഒരു ഫോൺ കോളിന് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ഈ പാതിരാത്രിക്ക്. എടോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. പറ. എടോ, നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനില്ലേ? അവിടെ നിൻ്റെ ആ ബന്ധുവിയുടെ ബൈക്കില്ലേ? ആ ബൈക്കുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ്. അത് ശരി, ഞാൻ അവർക്ക് കൊടുത്തതാണ്. വല്ല മോഷണ കേസിനും പിടിക്കാൻ പോയി. എല്ലൂടോ, എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ ബൈക്ക് പോയാൽ അവരുടെ ബൈക്ക് പോയാൽ നിന്നെ എന്തിനാണ് വിളിക്കുന്നത്?
അതെന്തോന്നറിയില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രാങ്ക്ലിനെ വിളിച്ചു പറയാം, എന്തോ ഫോൺ എടുത്തില്ലെന്നാണ് പറഞ്ഞു. ആ ഞാൻ സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വരിക. എന്നാ നീ വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോകും. ഓക്കേടാ. ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി. എൻ്റെ ബെൻഡിൽ അവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇവൻ പറഞ്ഞു എന്ത് തോന്നുന്നുണ്ട്. പിന്നെ വണ്ടി പാർക്കൊന്നും ചെയ്യാൻ സമയമില്ല, നമുക്ക് നല്ലോണം ചോദിച്ചിട്ട് വരാം. എന്താ സാർ എന്നെ വിളിച്ചത്? നിന്നെ ആ ബെൻഡിൽ മോഷണം പോയിരുന്നടോ, ഞങ്ങൾ തൊപ്പി പിടിച്ചെടുത്തതാ. പിന്നെ എന്നെ എന്തിനാ വിളിച്ചോ? പിന്നെ ഇവിടെ മഞ്ചോസ് ഇല്ലേ, ആ മഞ്ചോസ് അവരിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മേ തോഴോ, ആ പറ. അവരിവിടെ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടല്ലോ ഒരു സൂപ്പർ കാറുണ്ട്, അത് നീ അടിച്ചാൽ മതി. സാറേ സാറിനാണോ? നേരത്തെ ഞാനൊരു പോർഷെ അടിച്ച് മാറ്റിയതിനാണ് എന്നെ ജയിലിൽ പിടിച്ചിട്ടത്. ആ സാറല്ലേ ഈ പറയുന്നത്? അത് എന്നാലും നീ ചെയ്യടോ പ്ലീസ്. ആ ശരി. പിന്നെ നിൻ്റെ ഫോർച്യൂണർ ഇവിടെ വെച്ചിട്ട് ലെജൻഡർ ഇവിടെ വെച്ചിട്ട് നീ ആ ബെൻഡിലും എടുത്തുകൊണ്ട് പൊക്കോ. ഓക്കെ സാറേ. ഓക്കെ ഗൈസ്, എന്തെല്ലാം നമുക്ക് എടുത്തിട്ട് വരാം. ഏതൊരു സൂപ്പർ കാറാണ് പറയുന്നത്? ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു അടിച്ചു മാറ്റുന്ന വീഡിയോ പാർട്ട് 2 ആയിട്ടിടാം. ഓക്കെ, എല്ലാവരും ലൈക്കും സബും ചെയ്തേക്കണേ. ഓക്കെ, ടാറ്റാ.